ഭൂവാസികൾക്ക് കഷ്ടം 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 എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ആകാശമധ്യേ പറക്കുന്ന കഴുക്. ആ കാലത്ത് മനുഷ്യർ മരണമന്വേഷിക്കും, കാണുകയില്ലാത്താനും. മനുഷ്യരാശിയുടെ മേൽ ഒരു ഭാവികാലത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുകൾ. വരാനുള്ളത് ഒരു സോംബിയൻ കാലമോ എന്ന ശാസ്ത്രലോകം പേടിയോടെ നോക്കുന്ന കാലം. സൈബീരിയയിലെ ഉറഞ്ഞ മഞ്ഞിനുമേൽ കഠിന ചൂട് വന്നാൽ പുറത്തു വരുന്നതെന്ത്? ചോദ്യങ്ങൾ ഇനിയും ബാക്കി. അനന്തരം ഒരു കഴുക്. ഇനി കാഹളം ഊതുവാനുള്ള 3 ദൂതന്മാരുടെ കാഹളനാദം ഹേതുവായി ഭൂവാസികൾക്ക് കഷ്ടം 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 എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ആകാശമധ്യേ പറക്കുന്നത് ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്തു. വെളിപ്പാട് 8-ാം അധ്യായം 13-ാം വാക്യം. ബൈബിൾ പ്രവചനങ്ങൾ ഓരോന്നായി കൺമുൻപിൽ പൂർത്തീകരിക്കപ്പെടുമ്പോൾ മനുഷ്യരാശിയുടെ മേൽ ഒരു ഭാവി കാലത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുകളാകുന്ന വചനം അല്ലേ? വെളിപ്പാട് 9-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നു, ആ കാലത്ത് മനുഷ്യർ മരണം അന്വേഷിക്കും, കാണുകയില്ലാത്താനും. മരിപ്പാൻ കൊതിക്കും, മരണം അവരെ വിട്ട് ഓടിപ്പോകും. ഈ വചനങ്ങളോട് യോജിച്ച് നമുക്ക് അല്പനേരം ഒരുമിച്ച് ചിന്തിക്കാം. മനുഷ്യൻ ആക്രമണം നേരിടുന്ന സോംബിയൻ യുഗമാണോ ഇനി വരാനുള്ളത് എന്ന് ശാസ്ത്രലോകം ഉത്തരം തേടുകയാണ്. അത് എന്താണെന്ന് ഒന്ന് നോക്കാം. സൈബീരിയയിൽ വർഷങ്ങളായി മഞ്ഞ് മൂടിക്കിടക്കുന്ന ഒരു വലിയ പ്രദേശമുണ്ട്. ശാസ്ത്ര പ്രതിഭാസ പ്രകാരം ഇതിനെ പെർമഫ്രോസ്റ്റ് എന്ന് പറയും. 48,500 വർഷങ്ങളിൽ അധികമായി മഞ്ഞുരുകാത്ത ഒരു സമതല പ്രദേശം. മഞ്ഞുപാളികൾക്കടിയിൽ പുറത്തു വരുവാൻ കഴിയാതെ കിടക്കുന്ന വൈറസുകളെ സംബന്ധിച്ച് പഠനം നടത്തിയ ശാസ്ത്രലോകം അത്ഭുതത്തോടെയാണ് ഇത് നോക്കിക്കാണുന്നത്. ഈ വൈറസുകൾ എന്തെങ്കിലും പുറത്തു വന്നാൽ ലോകം ഇതുവരെ ദർശിക്കാത്ത ഒരു രോഗത്തെ നേരിടേണ്ടി വരുമെന്നും ആഗോളതലത്തിൽ അടിയന്തരാവസ്ഥ ഉണ്ടാകുമെന്നും റോട്ടർഡാം ഇറാസ്മസ് യൂണിവേഴ്സിറ്റി ഓഫ് മെഡിക്കൽ സെന്റർ പറയുന്നു. അമീബ പോലെയുള്ള ഏകകോശ ജീവികളെ ഇത് ഉറപ്പായും ബാധിക്കുമെന്ന മെഡിക്കൽ ശാസ്ത്രം കണ്ടെത്തിയപ്പോൾ ഇത് മനുഷ്യരിലും ബാധിച്ചുകൂടാ എന്ന് ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. അതെ, ഒരു സോംബിയൻ അനുഭവം പോലെയുള്ള ഒരു വ്യാധി തന്നെ ഉണ്ടാകുമോ എന്നാണ് വൈദ്യശാസ്ത്രത്തിൻ്റെ പേടി. അതാകുമോ സോംബിയൻ യുഗം? വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു. 5-ാമത്തെ ദൂതൻ ഊതി, അപ്പോൾ ഒരു നക്ഷത്രം ആകാശത്തു നിന്നും ഭൂമിയിൽ വീട് കിടക്കുന്നത് ഞാൻ കണ്ടു. അവന് അഗാധകൂപത്തിൻ്റെ താക്കോൽ ലഭിച്ചു. അവൻ അഗാധകൂപം തുറന്നു. ഉടനെ പെരും ചൂളയിലെ പുക പോലെ കൂപത്തിൽ നിന്നും പുക പൊങ്ങി. കൂപത്തിൻ്റെ പുകയാൽ സൂര്യനും ആകാശവും ഇരുണ്ടുപോയി. പുകയിൽ നിന്നും വെട്ടുകിളി ഭൂമിയിൽ പുറപ്പെട്ടു. അതിന് ഭൂമിയിലെ തേളിനുള്ള ശക്തി ലഭിച്ചു. നെറ്റിയിൽ ദൈവത്തിൻ്റെ മുദ്രയില്ലാത്ത മനുഷ്യർക്കല്ലാതെ ഭൂമിയിലെ പുല്ലിനും പച്ചയായതൊന്നിനും യാതൊരു വൃക്ഷത്തിനും കേടുവരുത്തരുത് എന്ന് അതിന് കൽപ്പനയുണ്ടായി. അവരെ കൊല്ലുവാനല്ല, 5 മാസം ദണ്ഡിപ്പിപ്പാനത്രേ അതിന് അധികാരം ലഭിച്ചത്. അവരുടെ വേദന തേൾ മനുഷ്യനെ കുത്തുമ്പോഴുള്ള വേദന പോലെ തന്നെ. ആ കാലത്ത് മനുഷ്യർ മരണം അന്വേഷിക്കും, കാണുകയില്ലാത്താനും. മരിപ്പാൻ കൊതിക്കും, മരണം അവരെ വിട്ട് ഓടിപ്പോകും. വെട്ടുകിളിയുടെ രൂപം യുദ്ധത്തിനായി ചമയിച്ച കുതിരയ്ക്ക് സമം. തലയിൽ പൊൻകിരീടം ഉള്ളതുപോലെ മുഖം മാനുഷ്യമുഖം പോലെയും ആയിരുന്നു. സ്ത്രീകളുടെ മുടി പോലെ അതിന് മുടിയുണ്ട്. പല്ല് സിംഹത്തിൻ്റെ പല്ല് പോലെ ആയിരുന്നു. ഇരുമ്പ് കവചം പോലെ കവചമുണ്ട്. ചിറകിൻ്റെ ഒച്ച പടക്കി ഓടുന്ന അനേകം കുതിരത്തേരുകളുടെ ഒച്ച പോലെ ആയിരുന്നു. തേളിനുള്ളതുപോലെ വാലും വിഷമുള്ളും ഉണ്ട്. മനുഷ്യരെ 5 മാസം ഉപദ്രവിപ്പാൻ അതിനുള്ള ശക്തി വാലിൽ ആയിരുന്നു.
അഗാധദൂതൻ അതിന് രാജാവായിരുന്നു. അവന് എബ്രായ ഭാഷയിൽ അബദ്ധോൻ എന്നും യവന ഭാഷയിൽ അപുലുവോൻ എന്നും പേർ. നമ്മൾ മുമ്പ് കേട്ട പെർമഫ്രോസ്റ്റ് ഉരുകണമെങ്കിൽ അതിനൊത്തൊരു തീ ഉണ്ടാവണം. അത് എന്തിനാണ് അങ്ങനെ കാത്തുവച്ചിരിക്കുന്നത്? നമ്മൾ വായിച്ചു കേട്ട വാക്യം പോലെ പെരും ചൂളയിലെ പുക പോലെ കൂപത്തിൽ നിന്നും പുക പൊങ്ങി. കൂപത്തിൻ്റെ പുകയാൽ സൂര്യനും ആകാശവും ഇരുണ്ടുപോയി. പുകയിൽ നിന്നും വെട്ടുകിളി ഭൂമിയിലേക്ക് പുറപ്പെട്ടു. ശാസ്ത്രലോകത്തിൻ്റെയും പേടി ഇതൊക്കെ തന്നെയാണ്. ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞ് നമ്മൾ കണ്ട കൊറോണ നമ്മളെ വളരെ കാലം അടിയന്തരാവസ്ഥയിലാക്കി. ഇനി വരാനുള്ള സോവിയറ്റ് യുഗത്തെപ്പറ്റി ശാസ്ത്രലോകം പല ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾ തേടുമ്പോൾ ബൈബിളിലെ ഈ അധ്യായം നിങ്ങൾ മനസ്സിരുത്തി വായിക്കുക. ദൈവം നിങ്ങളിൽ ജ്ഞാനം പകരട്ടെ.